ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, കാരണം ഇതിനൊരു കപ്പിത്താൻ. അങ്ങനെ രാജസ്ഥാൻ റോയൽസിന്റെ കപ്പിത്താൻ സാക്ഷാൽ സഞ്ജു വിശ്വനാഥ് സാംസൺ ക്യാപ്റ്റൻ റോളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യത്തെ 3 മത്സരങ്ങളിൽ പരിക്കിന്റെ പ്രശ്നങ്ങൾ കാരണം ബാറ്റിംഗ് റോളിൽ മാത്രം ഭാഗമായിരുന്ന സഞ്ജു ഇനി ക്യാപ്റ്റന്റെ റോളിൽ രാജസ്ഥാനോടൊപ്പം ഉണ്ടാവും. ക്യാപ്റ്റനായിട്ട് തിരികെ വന്നപ്പോഴത്തേക്ക് രാജസ്ഥാൻ ടീമിന്റെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരു സ്പെഷ്യൽ രാജസ്ഥാനെ കണ്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വമ്പൻ ട്രോളുകൾ രാജസ്ഥാൻ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർ കൈവിട്ട് കളഞ്ഞിട്ടുള്ള ഓരോ താരങ്ങളുടെയും പേര്, പക്ഷേ ചേർത്ത് പിടിച്ചിട്ടുള്ള ഓരോ താരങ്ങളും ടീമിന് കരുത്താകാനുള്ള സാധ്യതകൾ സഞ്ജുവിന്റെ നേതൃത്വത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്ന കളിയിൽ തന്നെ സഞ്ജു സാംസൺ ഒരു വലിയ റെക്കോർഡ് നേടിയിട്ടുണ്ട്. സാക്ഷാൽ ഷെയ്ൻ വോണിന്റെ റെക്കോർഡാണ് ഓവർടേക്ക് ചെയ്തത്. രാജസ്ഥാന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ, ഒരു മലയാളി ക്യാപ്റ്റൻ രാജസ്ഥാൻ ടീമിന്റെ, രാജസ്ഥാൻ റോയൽസിന്റെ റോയൽ ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനിയും പൊരിക്കട്ടെ, ഈ ഒരു ടൂർണമെന്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കട്ടെ. ഏത് ടീമിന്റെ ആരാധകരാണെങ്കിലും സഞ്ജുവിന്റെ ടീമിന്റെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ. ആ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. ഇനി പൊരിക്കാൻ വേണ്ടിയിട്ട്, തകർക്കാൻ വേണ്ടിയിട്ട്, ഒരു ടീമിനെ കരകയറ്റാൻ വേണ്ടിയിട്ട് അവന്റെ വരവാണ് സാക്ഷാൽ ജസ്പ്രീത് ബുംറ. ബുംറയും പരിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ തിരികെ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിനെതിരായിട്ടുള്ള പോരാട്ടം മുതൽ ബുംറയുടെ ഭൂം ഭൂം യോർക്കറുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബുംറ എന്ന് പറയുന്ന ഒരൊറ്റ പേര് മുംബൈ ഇന്ത്യൻസിന് എത്രമാത്രം ഇമ്പാക്ട് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. ബുംറ, ബോൾട്ട്, ചഹൽ, ഇവര് 3 പേരും അണിനിരക്കുന്ന പേസറാണ്. കൂടെ ഹാർദിക് പാണ്ഡ്യയും കൂടെ ചേരുമ്പോൾ മുംബൈ തീയാവും, തീപ്പൊരിയാവും. അവരിപ്പം അടിത്തട്ടിലാണെങ്കിൽ ഒരുപക്ഷെ ബുംറയ്ക്ക് അവരെ മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? ബുംറയുടെ തിരിച്ചുവരവായിരിക്കുമോ, സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ആയിരിക്കുമോ ടീമിൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.